കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവര് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് നന്ദു വലിയ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി എത്തുവാണ്. ആ സമയത്ത് ഗോവിന്ദനും കനകയും ഉണ്ടായിരുന്നു വീട്ടില്. പിന്നീട് നന്ദുവിനെ കണ്ടുവച്ചു. എന്താ നന്ദൂട്ടാ, മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നോക്കേ. ഒന്നുമില്ല, പോരുന്ന വഴി ചെറിയൊരു പ്രശ്നം എന്ന് പറയണേ. ചെറിയ പ്രശ്നമോ? എന്റെ ഭഗവാനെ, എന്തിനേലും ചെന്ന് വള്ളിക്കെട്ടി ചെന്ന് ചാടിയോന്ന് ചോദിക്കാം. അതൊന്നും അല്ല അമ്മയെന്ന് പറയണ. പിന്നെന്താ കാര്യം? ഒരു പെണ്ണിനെ വഴിയിലിട്ട് ഒരുത്തന് കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അത് കണ്ടാ പിന്നെ എനിക്ക് സഹിച്ചോണ്ട് നിൽക്കാൻ പറ്റുമോ? അല്ല നന്ദു, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവള് തേച്ചിട്ട് പോയെന്നും പറഞ്ഞോണ്ട് വഴിയിലിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാം. അത് കണ്ടിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? അമ്മയ്ക്ക് ഇവനെ പറയേണ്ട കാര്യമുണ്ടോ? അവനെ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തു. എന്റെ ഭഗവാനെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദു, ഈ വേണ്ടാത്ത പണിക്കൊന്നും പോവരുതെന്ന്. ഒന്നാമത്തെ കാര്യം, ഇത് ഇനിയിപ്പോ ട്രെയിനിങ് തുടങ്ങുന്നുള്ളൂ. ആ ട്രെയിനിങ്ങിന് മുമ്പ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, നിന്റെ SI മോഹൻ നടക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോവിന്ദ പറഞ്ഞു, ശരിയാ മോളെ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പോയെന്ന് ചോദിക്കാം. എന്റെ അച്ഛ, അതൊക്കെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണോ? എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു അനീതി നടന്നു കഴിയുമ്പോ ഒന്നുമല്ലേലും ഞാനേ ഒരു വനിത SI ആവാൻ പോകുന്നതല്ലേ. അപ്പൊ ഇപ്പോഴേ അതിന്റെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് കൂട്ടി. അല്ലെങ്കിലും എന്റെ കൺമുന്നിൽ അങ്ങനെ കണ്ട ഞാൻ അവരെ വെറുതെ വിടും അമ്മേന്ന് ചോദിക്കാം. ഇതാ ഞാൻ പറഞ്ഞ നന്ദു, നീ പുറത്തേക്കൊന്നും പോകണ്ടെന്ന്. ആ ട്രെയിനിങ് കഴിയുന്നോടം വരെ ഒരു സമാധാനം ഇല്ല. നാളെ അല്ലേ ട്രെയിനിങ്ങിന് പോകണ്ടേ? ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ആ പയ്യന്റെ വീട്ടുകാരും കൊണ്ട് പരാതി കൊടുത്താ തീർന്നില്ലേന്ന് ചോദിക്കുക. അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞോണ്ട് എനിക്കത് കണ്ടും കേട്ടും പോരാനൊന്നും പറ്റില്ല. ഒന്നുമല്ലേലും ഞാനൊരു പെണ്ണല്ലേ. സ്ത്രീകളെ അപമാനിക്കുന്ന കണ്ടാ പിന്നെ എനിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് അറിയാം. അതെ, നീ വേണ്ടാത്തതിനും വേണ്ടതിനും എല്ലാത്തിനും കയറി ഇടപെടും. അതാ എനിക്ക് നിന്റെ കാര്യത്തിലൊരു ഭയം എന്ന് പറയണ. പിന്നീട് നന്ദു പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ഗോവിന്ദനോട് കനക പറഞ്ഞു, കണ്ടില്ലേ അവള് പറഞ്ഞിട്ട് പോയത്? എനിക്ക് സമാധാനക്കേടായി. ഗോവിന്ദേട്ടാ, ഇതാ പറഞ്ഞേ, അവളെ കാക്കി ഇടിക്കണ്ടെന്ന് പറഞ്ഞ്. കാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഇതാ അവളുടെ അവസ്ഥ. ഇങ്ങനെയാണെങ്കിൽ കാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ വല്ല അനീതിയും കണ്ടിട്ടുണ്ടെങ്കിൽ അവള് കയറി ഇടപെടും. അവസാനം വല്ലവരും നമ്മുടെ മോളെ എന്തെങ്കിലും ചെയ്യുകയും കൂടെ ചെയ്യും. അതൊക്കെ ഓർത്തുമ്പോൾ എനിക്ക് ഇപ്പോഴേ ടെൻഷനാന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, നീ എന്തിനാടി പേടിക്കണേ? നമ്മുടെ മോളുടെ സ്വഭാവം അറിയാലോ, നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊന്നും പേടിയില്ല. പക്ഷേങ്കിൽ അവളുടെ ഈ എടുത്തുചാട്ടം, എന്ത് കണ്ടാലും അവൾ ഈ എടുത്തു ചാടുന്നൊരു കാര്യം, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ചിലപ്പം ഈ ഒരു ചെറിയ കാര്യം മതി ഇനി അവളുടെ ട്രെയിനിങ്ങിന് പോക്ക് വരെ മുടങ്ങാനായിട്ട്. അയ്യോ ഗോവിന്ദേട്ടാ, അങ്ങനെയൊന്നും പറയല്ല. അവൾ ഏക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന. കാരണം അവളുടെ ഇപ്പോൾ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും പോലീസ് ആവുക, വനിതാ SI ആവുന്ന മാത്രം അവളുടെ മനസ്സിൽ ആഗ്രഹമുള്ളെന്ന് പറയാണ്. ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു, എനിക്ക് അറിയാച്ചോണ്ടല്ലോ എന്ന് പറയാണ്. പിന്നീട് അനാമയുടെ അടുത്തേക്ക് ആ ചെറുക്കനും പെണ്ണും കൂടെ ചെല്ലുവാണ്. അപ്പൊ അതൊരു ഡ്രാമയായിരുന്നു അവിടെ. അനാമയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയണം. അനാമയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു. അപ്പൊ അച്ഛൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ അച്ഛൻ നോക്കിക്കോളും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇനിയാണ് കളി നടക്കാനായിട്ട് പോകുന്നത്. അവളുടെ ട്രെയിനിങ് പോക്ക് അങ്ങനെ അങ്ങോട്ട് മുടക്കും. അവൾ ഇനി ശരിക്കും അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. അനാമയ്ക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടണം എന്നൊക്കെ തോന്നി. ഈ സമയം നന്ദുവോ അല്ലെങ്കിൽ നയനോ നവിയോ ആരും ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നയന നേരെ നവിയുടെ അടുത്തേക്ക് എല്ലുവാണ്. നവിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നാളെ അല്ലേ നന്ദു ട്രെയിനിങ്ങിന് പോകുന്നെന്ന് ചോദിക്കുക. അതെ, നമുക്ക് അവളെ ഒന്ന് കാണണ്ടേന്ന് ചോദിക്കുകയാണ്. അതിപ്പോ കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നിനക്ക് പറ്റുമോ നയനെന്ന് ചോദിക്കുക. എനിക്കെന്താ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ചേച്ചി, പുറത്തിറങ്ങാനൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം. എന്തായാലും പക്ഷെ ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ആദർശമായിട്ട് സമ്മതിക്കോ, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്ക് വിടുമോന്ന് ചോദിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ല നിന്റെ അമ്മായിമ്മ വിടുവോ? ഞാൻ അമ്മയോട് പോയി ചോദിച്ചു നോക്കാം, പറഞ്ഞു നോക്കാം. നന്ദുവിനെ ഒന്ന് കാണണം, നാളെ നന്ദു ട്രെയിനിങ്ങിന് പോവല്ലേ, അപ്പൊ അതിനു മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കാതിരിക്കാൻ വഴിയൊന്നും ഇല്ലെന്ന് പറയാണ്. പിന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, നാളെ പോവല്ലേ, ട്രെയിനിങ്ങിന് പോണ സമയത്ത് കുറെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കാം. അത് ശരിയാ, അച്ഛനും അമ്മയുടെയും കയ്യിൽ അധികം മാത്രം പൈസയൊന്നും കാണത്തില്ല. പിന്നെ നന്ദുവിൻ്റെ കയ്യിൽ ഇവിടുന്ന പൈസ, അത് ശരിയാ, എന്നാ നമുക്ക് പോയിട്ട് വരാം. നവ്യ പറഞ്ഞു, എനിക്കും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറയണം. അങ്ങനെ നയന പറഞ്ഞു, ഞാനൊന്ന് അമ്മയോട് പോയി പറഞ്ഞിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേനെ ചോദിച്ചാൽ എന്താ? അത് പിന്നെ അമ്മേ, നാളെ നന്ദു ട്രെയിനിങ്ങിന് പോവാ, അതിന് എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട് പോകുന്നതിന് മുമ്പ്. നീ തന്നെയാണോ പോണേ? അല്ല, ഞാന് നവ്യേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഓർത്തിട്ടാ.
അതെ, പോകുന്നൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നോണം. അല്ല എവിടെ പോകാനായിട്ടാ? അല്ല, നന്ദുവിനെ വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ വീട്ടിൽ പോയി കാണണം. ഇല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണാനാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനും ഒന്ന് ആലോചിച്ചു. പോവാതെ വിടാതിരിക്കുന്നത് ശരിയല്ല. കാരണം നാളെ അവളുടെ അനിയത്തി പോവല്ലേ. അപ്പൊ വിടാതിരുന്ന മോശക്കേടാ. അപ്പൊ ഉറപ്പായിട്ടും വിടണം. അതുകൊണ്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വരണം. സന്ധ്യ ആകുന്നതിന് മുമ്പ് ചേട്ടത്തി അനിയത്തിയും കൂടെ ഇങ്ങോട്ട് എത്തിയേക്കണം. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഇനി ആദർശ് വന്നു കഴിഞ്ഞിട്ട് എന്നോട് വെറുതെ കിടന്ന് ദേഷ്യപ്പെടും എന്നൊക്കെ പറയണം. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നേരത്തെ വന്നേക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാണ്. ഈ സമയം ജലജ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല ചേട്ടത്തി അനിയത്തിയും കൂടെ കെട്ടിലമ്മമാർ രണ്ടും കൂടെ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ദേവേന് പറഞ്ഞു, അവരാ നന്ദുവിനെ അങ്ങോട്ട് കാണാൻ പോയത്. നാളെ അവൾ ട്രെയിനിങ്ങിന് പോലെ നിൽക്കും. ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇനിയിപ്പം അനിയത്തിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പോയതായിരിക്കും ചേച്ചിമാരെന്ന് പറയണം. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അവരെന്തേലും ചെയ്യട്ടെ, നമ്മൾ എന്തിനാ ജലജ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നേ എന്ന് ചോദിക്കുകയാണ്. ഏട്ടത്തി എന്നു മുതൽ എങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്? നേരത്തെ ഏട്ടത്തി ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ എന്ന് പറയണം. അല്ല പിന്നെ ആ പെങ്കൊച്ചാണെ കുറെ പഠിച്ചിട്ട് കിട്ടിയ ജോലിയല്ലേ, അത് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ, അതിന് കിട്ടട്ടെ, അത് പോട്ടെ എന്ന് പറയണം. അങ്ങനെ ആ കുടുംബം രക്ഷപ്പെടുവാണെങ്കിൽ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കാം. ഏട്ടത്തി നമ്മുടെ ശത്രുക്കളാന്നുള്ള കാര്യം ഏട്ടത്തി മറന്നു പറയുന്നൊക്കെ ജലജ പറയണം. ഈ സമയം ദേവേന്റെ മനസ്സിൽ പറഞ്ഞു, ഇപ്പൊ അവരെന്റെ ശത്രുക്കളല്ല, മിത്രങ്ങൾ തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇപ്പൊ കനകയും ഗോവിന്ദനും നയനെന്ന് പറയുന്ന മോളില്ലായിരുന്നെങ്കിൽ തന്റെ അവസ്ഥ എന്തായി തീർന്നേ എന്നൊക്കെ ദേവേനെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വന്നു. അനാമിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ അത് പുറത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അനാമിക വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ജലജ പറഞ്ഞു, ചേട്ടത്തി അനിയത്തിയും കൂടെ പുറത്തു പോയിട്ടുണ്ട്. എന്തിനാന്നറിയാവോ? നാളെ പോകുന്ന നന്ദുവിനെ കാണാൻ വേണ്ടിട്ടാന്ന് പറയാം. അതിന് നാളെ അവള് പോയാലല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടൻ ദേവേനി പെട്ടെന്ന് ചോദിച്ചു, അതെന്താ അനാമിക അങ്ങനെ പറഞ്ഞേ? അല്ല ഞാൻ പറയുവേ, അതിനു മുമ്പ് എന്തേലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവൾക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയാം. ജലജ പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടായാൽ മതിയായിരുന്നു. അവളുടെ ഈ പോക്ക് മുടങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു, അതൊക്കെ മുടങ്ങും അപ്പച്ചി കാത്തിരുന്നോളാം പറയാണ്. അതെങ്ങനെ മുടങ്ങുമെന്ന്? ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് അവളുടെ നാളത്തെ യാത്ര മുടങ്ങും. അവൾക്ക് SI ഒന്നും ആവാൻ പറ്റില്ലെന്നേ. അവളുടെ അഹങ്കാരത്തിന് നല്ല പണി തന്നെ കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഒരു സംശയം. ഇനി ഇവളെന്തേലും പണി ഒപ്പിച്ചിട്ടുണ്ടോ? അനാമികയുടെ സ്വഭാവമായതുകൊണ്ട് പറയാൻ പറ്റില്ല. അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തോളാം. ഇവളുടെ അച്ഛനും അമ്മയും ചേർന്നിട്ട് മിക്കവാറും എന്തേലും പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും എന്നൊരു ചിന്ത ജലജയുടെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നയനെ നവ്യം കൂടെ ഇറങ്ങിയിട്ട് നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പം നന്ദു പറഞ്ഞു, അതെ ഞാൻ ടൗണിൽ തന്നെ ഉണ്ട് ചേച്ചി എന്ന് പറയണം. എന്നാൽ ശരി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, നീ എവിടെയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ ഒരു കോഫി ഷോപ്പിലേക്ക് വിളിക്കണം. അവരങ്ങനെ അവിടെ പോയി കോഫി ഷോപ്പിൽ പോയി ജ്യൂസൊക്കെ കുടിക്കുകയാണ്. ഈ സമയത്ത് നന്ദു പറഞ്ഞു, എനിക്ക് നാളെ പോകുന്ന കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അതെന്താ? അല്ല അത് പിന്നെ ഇതുവരായിട്ടും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലോ, അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടെന്ന് പറയണം. അതാണ് കാര്യം. അതൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ SI ആയിട്ടല്ലേ തിരിച്ചു വരാനായിട്ട് പോകുന്നേ. എല്ലാവർക്കും സന്തോഷമായിട്ട് കാര്യമല്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ അച്ഛനും അമ്മേനെ നിങ്ങളെല്ലാവരും കാണാണ്ടിരിക്കണമല്ലോ. അതൊന്നും കുഴപ്പമില്ല. ഇനി അത്രയ്ക്ക് കാണാൻ തോന്നണമെന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളാം എന്ന് പറയണം. ആദർശാണ് ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്ന് പറയാം. അതെ, നിനക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മേടിച്ചരാന്ന് കരുതിയാൽ ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിയത്, ഒന്ന് കാണുകയും ചെയ്യാന്ന് പറയാണ്. എനിക്ക് എന്ത് വാങ്ങാനെന്ന് ചോദിക്കാം. വാ എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന് ഇടാനുള്ള കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് അങ്ങോട്ട് കടയിലേക്ക് കയറണം. പിന്നീട് നവ്യയ്ക്കും നയനയ്ക്കും ആവശ്യമുള്ള കുറെ സാധനങ്ങളൊക്കെ അവരും പർച്ചേസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നീട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ പോയാലും അച്ഛനും അമ്മേനെ ഇടയ്ക്ക് വന്ന് നോക്കണം രണ്ടുപേരെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയന പറഞ്ഞു, അതെന്ത് വർത്താനാന്നെന്തോ നീ പറയണേ? ഞങ്ങള് അവർ നോക്കില്ലെന്ന് വിചാരിച്ചാണോ നീ ഇരിക്കണേന്ന് ചോദിക്കുക. എന്നാലും എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം. ഒന്നും ഓർത്ത് പേടിക്കണ്ട, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് തന്നെ നോക്കിക്കോളാം എന്ന് നയന പറയണം. ഈ സമയത്ത് എന്ത് ചെയ്യണം? മുമ്പത്തെ ചെറുപ്പക്കാരൻ അവൻ നേരത്തെ നന്ദു അടിച്ച ചെറുപ്പക്കാരനെ കൊണ്ട് പോലീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. നന്ദു തന്നെ തല്ലി, ഒരു കാരണമില്ല തല്ലിന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അവളും കൂടെ കൂടി അങ്ങനെ അവർ രണ്ടുപേരും ഒത്തോണ്ടൊരു പരാതി കൊണ്ട് കൊടുത്തു. ഇതൊന്നും നന്ദു അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പിടിക്കണം. കണ്ടില്ല സാറേ, എന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കി വിട്ടെന്ന് പറയണം. ഒരു തെറ്റും ചെയ്തില്ല, ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പറയണം. അങ്ങനെ പോലീസുകാർ കേസെടുത്തു. പിന്നെ നന്ദുവിനെതിരെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുവാണ്. ഈ സമയത്ത് നന്ദു ഒന്നും അറിയത്തില്ലാതെ നന്ദു നയനെ നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് നന്ദു പറഞ്ഞു, എന്നാൽ ശരി വീട്ടിലേക്ക് വരുന്നുണ്ടോ, അച്ഛനമ്മേനും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുക. പോണം അമ്മ, നേരത്തെ തന്നെ ചിലടൊന്നും പറഞ്ഞു വിട്ടിരിക്കുന്നൊക്കെ നയനെ പറയണം. അപ്പോഴേക്കാണ് ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത്. പോലീസ് ജീപ്പിൽ നിന്ന് 2 പോലീസുകാരും കൂടെ ഇറങ്ങി. ഒരു വനിതാ പോലീസും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ പേരാണ് നന്ദനെന്ന് ചോദിക്കുക.
അത് സാറേ എന്താ കുഴപ്പം? നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാ. വണ്ടിയിലേക്ക് കയറാൻ പറയണ. കംപ്ലൈന്റോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ. തെറ്റോ ശരിയോ എന്നൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നോട്ട് തീരുമാനിക്കാം. ഇങ്ങോട്ട് കയറിയെന്ന് പറയണം. സാറേ എന്നെ കൊണ്ടുപോവില്ല സാറേ. അതെ നാളെ എനിക്ക് SI ട്രെയിനിങ് ഉള്ളതെന്ന് പറയണം. SI സെലക്ഷൻ ട്രെയിനിങ് മിണ്ടാതെ പോക്കോ അവിടുന്ന്. ഇപ്പൊ നിന്നോടങ്ങ് പറയുന്ന നിങ്ങളുടെ അനുസരിച്ചാൽ മതി. നിന്നെ പോലെയുള്ള ആൾമാരൊക്കെയാണോ ട്രെയിനിങ്ങിന് പോകുന്നത്? നീ ആള് കൊള്ളാലോടി എന്നൊക്കെ പറയണം. നന്ദുവിനെ പിടിച്ചു വലിച്ചു വണ്ടിക്കകത്തേക്ക് കയറ്റുവാണ്. ഈ സമയം നയനയും നവി ഒരു നിമിഷം അന്തം വിട്ടുപോയി. അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. നന്ദുവിനെ എന്തിനാ കൊണ്ടുപോകണമെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. ആകെപ്പാടെ അന്താളിപ്പോട് കൂടിയിട്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ദേവേനെ അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും നന്ദുവിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ മുടങ്ങില്ല. ഇതൊരു പ്ലാൻ ചെയ്തൊരു കേസാന്നുള്ള കാര്യം തെളിയിക്കുക തന്നെ ചെയ്യും. വക്കീലും ഒന്ന് ഇറക്കിക്കൊണ്ട് വരികയൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.